ഞാൻ ഏതൊരു കാര്യത്തിലും എനിക്കുള്ള ഒരു അഭിപ്രായം പോലെ തന്നെ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർക്കും എൻ്റെ ചുറ്റുമുള്ള ലോകത്തിനും വ്യത്യസ്തമായ മറ്റൊരു അഭിപ്രായം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ? എൻ്റെ അഭിപ്രായം തന്നെ മറ്റുള്ളവർ പറയണമെന്ന് ഞാൻ ശാഠ്യപ്പിടിച്ചാൽ ചുറ്റുമുള്ള ലോകം എങ്ങനെയാവും? എന്നാൽ ബഹുകേമാവും. അടിയും പീടിയും കുത്തും വെട്ടും അല്ലേ? ഇപ്പം അടിയും പിടിയും വെട്ടും കുത്തും എല്ലാം പിന്നെ പുകച്ച് കളയുക. സാധ്യത ഉണ്ടോ ഇല്ലയോ? ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ ഞാൻ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ എൻ്റെ ചുറ്റുമുള്ള ലോകം ഏറ്റു വിളിക്കണം എന്ന് ഞാൻ വാശി പിടിച്ചാൽ ചുറ്റുമുള്ള ലോകം അസ്വസ്ഥമാവില്ലേ? ആവില്ലയോ? എനിക്ക് ഒരു മുദ്രാവാക്യമോ അല്ലെങ്കിൽ എനിക്കൊരു അഭിപ്രായമോ ഉള്ളതുപോലെ തന്നെ മറ്റൊരാൾക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്, അതിന് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നിടത്ത് സ്വസ്ഥതയായി മാറും. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. മറ്റുള്ളവർ ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കണമെന്ന് ഞാൻ വാശി പിടിച്ചാൽ എൻ്റെ സമാധാനം പോവും, ചുറ്റുമുള്ള ആളുകളുടെ സമാധാനം പോവും. സത്യമല്ലേ? ഈ റിയാലിറ്റി നമ്മൾ തിരിച്ചറിയണം. ഈ ഒരു റെസ്പെക്റ്റ് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റണം. ഭാര്യ എന്ന് പറയുന്ന വ്യക്തി, ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി രൂപപ്പെട്ടതുപോലെ തന്നെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ രൂപപ്പെട്ട ഒരാളാണ്. ഭാര്യയുടെ അടിമ എന്നൊരു കൺസെപ്റ്റൊക്കെ ഒന്നുമില്ല ഇന്നത്തെ കാലത്ത്. ഉണ്ടോ? ഇക്വാലിറ്റി എന്ന് പറയുന്ന സാധനം ഇന്ന് അങ്ങേയറ്റം അവകാശപ്പെടുന്ന ഡിമാൻഡ് ചെയ്യുന്നൊരു കാലത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ടെക്നോളജിയുടെ കാലത്ത് മാത്രമല്ല, ഇക്വാലിറ്റിയെക്കുറിച്ച് ചിന്തിക്കുകയും അത് വേണമെന്ന് വാശി പിടിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആണോ അല്ലയോ? ഭർത്താക്കന്മാർ മഹാരാജാക്കന്മാരായി നിന്നുകൊണ്ട് നീ ഭാര്യയാണ്, നീ ഭാര്യ മാത്രമാണ് എന്ന് നിസാരവൽക്കരിച്ചാൽ ആ കുടുംബത്തിൽ ഇമ്പമുള്ള കുടുംബമായിട്ട് മാറുമോ? ഇല്ല. താൻ വലിയ വർത്താനൊന്നും പറയണ്ട, താൻ സമ്പാദിക്കുന്ന പോലെ ഞാൻ സമ്പാദിക്കുന്നുണ്ട് ഹേ എന്ന് ഇന്നത്തെ പിള്ളേർ പറയില്ലേ? പറയുന്നില്ലെങ്കിൽ ചിന്തിക്കും, ചിന്തിച്ചില്ലെങ്കിൽ അതിനനുസരിച്ച് അവർ റിഫ്ലക്റ്റ് ചെയ്യും. ക്ലിയർ ആണോ? അപ്പോൾ പരസ്പര ബഹുമാനം. ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട്. ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട്. കൊടുത്തു വാങ്ങാൻ കഴിയണം. നിന്നോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അപ്രകാരം നീ മറ്റുള്ളവരോടും പെരുമാറാൻ തയ്യാറാവണം. ക്ലിയർ ആണോ? ഈ ഒരു ചിന്താഗതി നമുക്ക് പുലർത്താൻ കഴിയുമ്പോൾ നമ്മുടെ കുടുംബം ഇമ്പമുള്ളതാവും, സമാധാനമുള്ളതാവും, സന്തോഷമുള്ളതാവും. നമ്മുടെ സൗഹൃദങ്ങൾ സന്തോഷമുള്ളതാക്കി മാറ്റാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ അൾട്ടിമേറ്റ്ലി അവിടെ സംഭവിക്കുന്ന ഏറ്റവും വിപ്ലവകരമായ, ഗുണകരമായ, സന്തോഷകരമായ ഒരു കാര്യം, നമ്മുടെ ഉള്ളിൽ സന്തോഷം നമുക്ക് കണ്ടെത്താൻ പറ്റും. മറ്റുള്ളവർ ചിന്തിക്കുന്നതിനെക്കുറിച്ച് ഞാൻ അസ്വസ്ഥമായാൽ എൻ്റെ സന്തോഷമാണ് ഞാൻ ഇല്ലാതാക്കുന്നത്. ക്ലിയർ ആണോ? ലിവിങ് പ്രസൻറ്റ് മൂമെൻറ്റ്. നമുക്ക് സന്തോഷിക്കാൻ ലഭിക്കുന്ന നിമിഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാത്രമാണ്. റൈറ്റ് നൗ. ആം ഐ റൈറ്റ്? ഈ നിമിഷം മാത്രമേ നമുക്ക് സത്യമായി നമ്മുടെ കയ്യിലുള്ളൂ. കടന്നുപോയതിലേക്ക് കടന്നുപോയി നമുക്ക് ചിന്തിക്കാനും ചിരിക്കാനും ഇനി കഴിയില്ല. യു ആർ വെരി ഹെൽപ്ലെസ്. കടന്നു വരാൻ പോകുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിച്ച് അത് ഉറപ്പുണ്ടെന്ന് പറയാൻ പറ്റുമോ? നോ, നെവർ. ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീഴുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? ഇന്നലെ ഉറങ്ങുന്ന സമയത്ത് സന്തോഷത്തോടുകൂടി യാത്ര പറഞ്ഞ് ഗുഡ് നൈറ്റ് പറഞ്ഞ് സന്തോഷം ഒരു മുത്തം കൊടുത്ത് കിടന്നുറങ്ങിയ ആളുകൾ രാവിലെ നേരം പുലർത്തൽ ഉണരാതെ പോയത് നമ്മൾ കാണുന്നുണ്ട്. സത്യമല്ലേ? അത്രയും അനിശ്ചിതത്വം നിറഞ്ഞൊരു മനുഷ്യ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെ നമ്മളിലേക്ക്, നമ്മുടെ ചിന്താഗതിയിലേക്ക് വലിച്ചടിപ്പിക്കാനും ശഠ്യം പിടിക്കാനും കൽപ്പിച്ച് ഒരേ തരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴുമൊക്കെ അസ്വസ്ഥതയാണ് നിറയുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയണം. അതിന് പകരം എന്ത് ചെയ്യാൻ പറ്റണം? പരസ്പരം ഒരു ബഹുമാനം നിലനിർത്തിക്കൊണ്ട് അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ, എനിക്കിങ്ങനെ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ ഉണ്ട് എന്ന് ചിന്തിച്ച് മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയണം.